ഇന്നത്തെ കത്ത് വായിക്കാം. കോഴിക്കോട് നിന്നും സുധാകരനാണ് എഴുതിയിരിക്കുന്നത്. പ്രോഗ്രാമുകളെല്ലാം നല്ല നിലവാരമുള്ളവയും പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. നന്ദി അറിയിക്കുന്നു. എൻ്റെ മകൻ അവിവാഹിതനാണ്. 50 വയസ്സായി. വിവാഹമൊന്നും നടന്നിട്ടില്ല. അവന് ഇനി വിവാഹയോഗമുണ്ടോ? ജനിച്ച ലഗ്നത്തിൻ്റെ 7ാമത്തെ രാശിയിൽ ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങൾ ശുഭഗ്രഹ പൂർണ്ണ ദൃഷ്ടിയോടെ നിന്നാൽ, സാധാരണ നിലയിൽ ചൊവ്വാഗ്രഹവും ശനിഗ്രഹവും പാപഗ്രഹങ്ങളാണ്. അവ 7ാമത്തെ രാശിയിൽ നിന്നാൽ സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും കല്യാണമേ ഇല്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരും. അല്ലെ കല്യാണം കഴിക്കാത്ത ജീവിതത്തോട് താല്പര്യം വരും. ബഹുഭൂരിപക്ഷവും ഈ നൂറ്റാണ്ടിൽ കണ്ടുവരുന്ന ഏതാണ്ട് 35% ജാതകങ്ങൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക ലക്ഷണമാണ് ചൊവ്വ ശനി ഗ്രഹങ്ങൾ പുരുഷൻ്റേതായിരുന്നാലും സ്ത്രീക്കായിരുന്നാലും 7ാമത്തെ രാശിയിൽ വരിക. അപൂർവത്തിൽ അപൂർവമാണ്. കാരണം വിവാഹമേ വേണ്ട എന്ന ഒരു ചിന്താഗതിയിലേക്ക് നീങ്ങുന്ന ഒരു സമൂഹം. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ വൃദ്ധനാം പതിയുടെ സൽക്കാരശാലയ്ക്കുള്ളിൽ ജീവിതവൃത്തി നേടും. വൃദ്ധനാം പതിയുടെ, അതായത് വയസ്സ് എന്ന ഏതെങ്കിലും സമ്പത്തൊക്കെയുള്ള ഒരച്ചായൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാനുള്ള ഒരു യോഗം. അത് ഒരു പുരുഷനാണെങ്കിൽ വൃദ്ധയാം പത്നിയുടെ സൽക്കാരശാലയ്ക്കുള്ളിൽ ജീവിതവൃത്തി നേടും. നേരെ തിരിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരൽപ്പം പ്രായമൊക്കെ കൂടിയ ഒരു കൊച്ചമ്മയുടെ വെളിയിലൊക്കെ പോയി ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിള്ളേരൊന്നുമില്ല. വയസ്സാം കാലത്ത് ഒരാഗ്രഹം, ആരെങ്കിലും കൊള്ളാവുന്ന ഒരാളിനെ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കണം എന്നൊരു തോന്നൽ. മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹം അങ്ങനെ ആത്മാവിനങ്ങനെ കിടക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു കല്യാണം വൃദ്ധനാം പതിയുടെ സൽക്കാരശാലയ്ക്കുള്ളിൽ. സൽക്കാരശാല എന്ന് പറഞ്ഞാൽ ആഹാരം, മദ്യം, കോഫി, കഫീൻ മുതലായതൊക്കെ വെച്ച് വിനോദങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്ന് ഉല്ലസിക്കേണ്ട ആ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു തുണ, ഒരു അന്തിക്കൂട്ട് എന്നൊക്കെ ഉള്ളൊരു നിലയിലേക്കും, ഏതായാലും പ്രസവിക്കാനോ അതുമായി കുട്ടികളുണ്ടാവാനോ എന്നുള്ള ഒരു സാധ്യതകൾ ഇല്ല എന്നുള്ളത് അറിയുകയും അതിനുള്ള കാലഘട്ടവും ആയി അപ്രകാരം പോവുകയും ആശയ്ക്കും സർവനന്മകളാൽ വിവാഹങ്ങളാൽ ബുദ്ധിമോശത്താൽ തന്നെ നഷ്ടീഭവിപ്പതും ധ്രുവം. ഒരു കാലഘട്ടത്തിങ്കൽ വിവാഹം കഴിക്കട എന്ന് പറഞ്ഞ് പൂർവികന്മാരും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ മാതാപിതാക്കളും ഒക്കെ പറഞ്ഞിട്ട് അതിന് പുല്ലുവില പോലെ കണക്കാക്കി അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ അച്ഛാ, അമ്മേ, അല്ലെങ്കിൽ ചേട്ടാ, ചേച്ചി, കല്യാണ ജീവിതം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു കോന്തൻ്റെ കീഴിൽ കല്യാണം കഴിച്ചു. അവൻ കുടിയനാണോ, മയക്കുമരുന്നാണോ, സംശയരോഗിയാണോ, മറ്റു സ്ത്രീകളുടെ ഉച്ഛിഷ്ടനാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അനർഥനാണോ, അഭിമന്യനല്ലാത്തവനാണോ, അയോഗ്യനാണോ ഒന്നും അറിയാതെ അവനിലൊരു കുട്ടിയുണ്ടായി അതിനെയും ചുമന്ന് വയറ്റിലുണ്ടാക്കി, അതൊക്കെ ഒരു വല്ലാത്തൊരു അസഹ്യമായ ഇന്നത്തെ ജീവിതമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ആശയ്ക്കും സർവനന്മകളും ബുദ്ധിമോശത്താൽ താനേ നഷ്ടീഭവിപ്പതും ധ്രുവം. അങ്ങനെ ബുദ്ധിമോശം കാണിച്ചുകൊണ്ടും അതല്ല ജോലിയും ശമ്പളവും 4 പേര് കാണത്തക്ക നിലയിലുള്ള പ്രൗഢി ആയിട്ടേ വിവാഹം കഴിക്കുന്നുള്ളൂ എന്നുള്ള ചിന്താഗതികളിലൊക്കെ ഇങ്ങനെ വിവിധങ്ങളായ ചിന്താഗതികളും ചിന്താധാരകളും സാമൂഹ്യപരമായ ബന്ധങ്ങളും അതുമായിട്ട് അനുസരിച്ച് പോകുന്ന ഒരു തലമുറകളിലും ഒക്കെ പെട്ടുപോയേക്കാവുന്ന ഒരു രീതിയാണ് ചൊവ്വ ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. പിന്നീട് അതേപ്പറ്റി ഈ അവസ്ഥയെപ്പറ്റി ക്ലേശിക്കുകയോ ദുഃഖിക്കുകയോ ഒക്കെ ചെയ്തിട്ട്
ശരിയോ തെറ്റോ എന്ന് ഒരു ജ്യോതിഷൻ ഇതിനകത്ത് അവകാശപ്പെടുന്നില്ല. ഇത് ഇക്കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നില്ല. പക്ഷേ ഇതാണ് ഫലം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇനിയൊരു ജീവിതം വേണ്ടേ എന്നുള്ള രീതിയിലാണ് ഈ ഒരു 50 വയസ്സിന് ശേഷം, അല്ല 50 വയസ്സ് മുതൽ പോഷിക്കാം ദേഹധനാദികൾ, കല്യാണം വേണമെന്നൊരു തോന്നലും അതിന് പറ്റിയ പങ്കാളിയും അതിന് പറ്റിയൊരു കുടുംബജീവിതവും യാതൊരു അല്ലലുമില്ലാതെ, യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. കാരണം പണമൊക്കെ ആവശ്യം പോലെയായി, പിന്നെ ആരെയും ബുദ്ധിമുട്ടിരിക്കുന്നു, പിള്ളേർ കൊണ്ടാവാൻ സാധ്യതയില്ല, മറ്റേ ആർക്കും കൊടുക്കുകയും വേണ്ട. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരുടെയും വേണ്ടതാനും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വന്ന് വൃദ്ധനാം പതിയുടെ അല്ലെങ്കിൽ വൃദ്ധയാം പത്നിയുടെ സൽക്കാരശാലയ്ക്കുള്ളിൽ ജീവിതവൃത്തി നേടും. അത് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സംസാരിച്ച് വന്നാലും ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ ഫലം ഉൾക്കൊണ്ടാൽ മതി. ഇതിൻ്റെ ഫലമായിരിക്കും വരുന്നത്. മറ്റല്ലലുകളൊന്നുമില്ല. 50 മുതൽ ഒരു കൂട്ടുജീവിതമൊക്കെ ഉണ്ടാവും.